സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. പിണറായി വിജയന്റെ വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 28 ലക്ഷം, പിണറായി വിജയന്റെ കന്നുകാലിക്ക് സംഗീതം കേൾക്കാൻ ലക്ഷങ്ങൾ, അവിടുത്തെ തൊഴുത്ത് പണിയാൻ 48 ലക്ഷം, ലക്ഷങ്ങൾ. സർക്കാർ ഉത്തരവ് മോളെ നീ ആരടി? ഈ ചാനലിൽ ബിന്ദു കൃഷ്ണ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന് ബിന്ദു കൃഷ്ണ വാഴക്കുല പോലെ ഒളിച്ചോടത്തില്ല. ഞാൻ ജനിച്ചെന്ന്, ഞാൻ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം നടത്തി SFI ആയി നിന്ന് ഫാത്തിമ കോളേജിൽ പഠിച്ച് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഈ കൊല്ലം ബീച്ചിൽ തന്നെ നിൽക്കുക. ഒരു പ്ലേ കാർഡ് കയ്യിൽ പിടിക്കുക, എന്നിട്ടേ എന്നിൽ ഔഷധ ഗുണമില്ല ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. സിദ്ധാർത്ഥന്റെ മരണം തെരഞ്ഞെടുപ്പിൽ വിഷയമായാൽ അത് LDF തിരിച്ചടിയല്ലേ എന്നാണ് ചോദ്യം. ഈ കൊല്ലത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുജന സമക്ഷം ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു. ശ്രീ പ്രേമചന്ദ്രൻ ബിയെ ഇവിടുത്തെ ജനതയല്ല ആര് വിളിച്ചാലും ഏത് രാത്രി വിളിച്ചാലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. അതേസമയം മുകേഷിനെ വിളിച്ചാൽ ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദങ്ങൾ ചിലർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എവിടെ പോണു? വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ LDFന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു മുകേഷ് MLA കൊല്ലത്ത് നടത്തിയ വികസനത്തെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് ഇരുന്നത്. അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക്കിന്റെ ഇഞ്ചക്ഷനോ IV സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. കൊല്ലം കോർപ്പറേഷനിൽ 3 ആംബുലൻസ് ഉണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷൻ കെട്ടിയിട്ടിരിക്കുന്നത്? പടക്കം ഒരു കാര്യത്തിന് പോയാ ഇനി ഗുണ്ടായുസം കാണിച്ചിട്ടാണെങ്കിലും അത് നടത്തിയിട്ട് വരും. തുടങ്ങി കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കൊല്ലം ജില്ലാ ആശുപത്രി സന്ദർശനത്തിലെത്തിയപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ പരാതിയുമായി ചെന്നതാണ്. ആ സമയത്ത് അവിടെ ഡൈക്ലോഫിനാക്കിൻ ഇഞ്ചക്ഷൻ ഇല്ലായിരുന്നോ, IV സെറ്റ് ഇല്ലായിരുന്നോ, പാരസിറ്റമോൾ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ട പൊടി അടിക്കുന്നു, തൂക്കുന്നു, തുടയ്ക്കുന്നു, പെയിന്റ് ചുരണ്ടി ഇളക്കുന്നു, പെയിന്റ് അടിക്കുന്നു, പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുന്നു. ഇതൊന്നുമല്ല ആരോഗ്യ മേഖലയുടെ വികസനത്തിൽ എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.